Don't ever let somebody tell you you can't do something. There is a 1% chance, and sometimes that chance is good enough. എൻ്റെ പേര് അഭിരാം മനോജ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലി എന്ന് ആഗ്രഹിച്ച് ഞാൻ ബാലുശ്ശേരി എയ്സിൽ ജോയിൻ ചെയ്തു. പിന്നീട് CPO റാങ്ക് ലിസ്റ്റിൽ MSB ബറ്റാലിയനിൽ അഡ്വൈസ് ലഭിച്ചു. പിന്നീട് സെക്രട്ടേറിയറ്റ് OA LDC എന്നീ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടാനും സാധിച്ചു. ഇതുവരെയുള്ളൊരു ലൈഫല്ല ഇനി ഉണ്ടാവുക എന്നുള്ളൊരു തോന്നലുണ്ട്. ഇപ്പോൾ പഠനം കഴിഞ്ഞ് ജോലിയിലേക്ക് തിരിയുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത്യാവശ്യം ഒരു ഭേദപ്പെട്ടൊരു മാർക്ക് ഉണ്ടാകാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ ഒരു കട്ട് ഓഫൊക്കെ വെച്ച് എനിക്കൊരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ എത്തുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇല്ല, CPO കഴിഞ്ഞ ശേഷം എഴുതിയ LDC സെക്രട്ടേറിയറ്റ് OAയിലൊക്കെ റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ജോബ് സെക്യൂരിറ്റി തന്നെയാണ് പ്രധാന കാരണം. പിന്നെ നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, എല്ലാവരും ഗവൺമെൻറ് ജോലിയിലേക്ക് തിരിയുമ്പോൾ ആ ഒരു പ്രവണത എനിക്കും വന്നു. അങ്ങനെ ഞാനും ഇതിലേക്ക് തിരിയാൻ കാരണമായി. ഞാൻ ഫ്രണ്ട്സ് വഴി അറിഞ്ഞിട്ട് വന്നതാണ് എയ്സിലേക്ക്. ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അത്യാവശ്യം നല്ല ക്ലാസ് ആയിരുന്നുകൊണ്ട് അവിടെ തന്നെ തുടരുകയാണ് ചെയ്തത്. അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റി തന്നെയായിരുന്നു. എത്ര സമയം വേണമെങ്കിലും നമുക്കിരുന്ന് പഠിക്കാം. സ്റ്റാഫൊക്കെ സപ്പോർട്ടിംഗ് ആയിരുന്നു. പിന്നെ മെറ്റീരിയൽസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മെറ്റീരിയൽസൊക്കെ ആക്സസ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. പിന്നെ എക്സാം എല്ലാ ആഴ്ചയിലും ഒരു എക്സാം വെച്ച് അവിടെ നടക്കും. ഈ ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര ടഫായിരിക്കും. ശരിക്കും ഒരു PSC എക്സാം എങ്ങനെ നടത്തുന്നു അതുപോലെ തന്നെയാണ് എയ്സിലും നടത്തിയിരുന്നത്. അപ്പോൾ ടൈമൊക്കെ മാനേജ് ചെയ്യാനും നമ്മുടെ ഒരു മാർക്കിൽ നമ്മളെവിടെ പൊസിഷനിൽ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനും OMR എക്സാം സഹായിച്ചു. റിസൾട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിനനുസരിച്ച് എക്സാം എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പോരായ്മകൾ വെച്ച് പഠിക്കാൻ എയ്സിൽ എക്സാം സാധിച്ചിട്ടുണ്ട്. വേറെ സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിക്കാനുള്ളൊരു പ്രധാന സ്ട്രാറ്റജി. പിന്നെ സ്വന്തമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി വെക്കാൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു. ഓരോ വിഷയത്തിന് ഓരോ സമയം വെച്ചിരുന്നു പഠിക്കാൻ. പിന്നെ അധിക സമയം ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വ്യക്തമായൊരു ടൈം മാനേജ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ആദ്യം ചെയ്ത് എയ്സിലൊന്ന് ജോയിൻ ചെയ്തെന്നുള്ളതാണ്. പിന്നെ എയ്സിലെ ക്ലാസ്സുകളിലൂടെ ഒരു PSCൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അവിടുത്തെ സാറുമാരെ ഗൈഡൻസ് എല്ലാം കൊണ്ടും പിന്നെ നോട്ട്സും ഉണ്ടായിരുന്നു. പിന്നെ അത് വെച്ച് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. ഞാൻ PSC പഠിക്കാൻ തുടങ്ങിയ ശേഷം എഴുതിയത് IRBൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഷോർട്ട് ലിസ്റ്റിൽ വരാൻ പറ്റിയിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പഠിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത് അതിൽ കൂടിയാണ്. അതിനുശേഷം ഞാൻ എഴുതിയ പരീക്ഷ CPO, LDC, സെക്രട്ടറി അസിസ്റ്റൻറ്റ്, എക്സൈസ്, ഫയർഫോഴ്സ്, ഈ പരീക്ഷകളിലെല്ലാം ഷോർട്ട് ലിസ്റ്റിൽ വരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്.